ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ അതിൻ്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജ് സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് കൂടാതെ ബോഡി സെൻറ്ററിലും ആ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ ഒത്ത മധ്യത്തിലും ഒരു പാർട്ടിക്കിളുണ്ട്. ഇനി ഈ പാർട്ടിക്കിൾ എങ്ങനെയാണ് മറ്റ് യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റ് സെല്ലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. എഡ്ജിലെ പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത് 4 ക്യൂബുകളാണ്. കോർണറിലെ പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത് 8 ക്യൂബുകൾ. ഫേസ് സെൻറ്ററിലുള്ളത് 2 ക്യൂബുകളാണ് ഷെയർ ചെയ്യുന്നത്. ബോഡി സെൻറ്ററിലുള്ളത് അതാത് ക്യൂബിൻ്റെ സെൻറ്ററിലാണ്. അതുകൊണ്ട് ഒരു ക്യൂബിന് മാത്രമായിട്ടുള്ളതാണ് ബോഡി സെൻറ്റർ പാർട്ടിക്കിൾസ്. ഈ രീതിയിൽ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോർണറിലുള്ളത് 1/8 × 8 1, എഡ്ജ് സെൻറ്ററിൽ 1/4 × 12 3, ഫേസ് സെൻറ്ററിൽ 1/2 × 6 = 3, ബോഡി സെൻറ്ററിൽ 1, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ഏതൊരു പാർട്ടിക്കിളിനെയും സറൗണ്ട് ചെയ്തിട്ട് 6 പാർട്ടിക്കിൾസാണ് ഉള്ളത്. ഒരു ഒക്ടാഹെഡ്രൽ എൻവയോൺമെൻറ്റിലാണ് ഓരോ പാർട്ടിക്കിളും ഉള്ളത്. ഇനി NaCl ലാറ്റിസ് ആണെങ്കിലോ, NaCl Na+ and Cl- are arranged alternatively. So in a unit cell there will be 4 Na+ and 4 Cl-.